ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നീലിമയുടെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ട്രാവൽ ഏജൻസിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ ശ്രുതിയും കൂടെ. അവിടെ വന്ന ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ടോ എന്ന്. അങ്ങനെ ശ്രുതി ഫോണിൽ നിന്നും ആ ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ് കേട്ടോ നീലിമയുടെ. അപ്പോൾ അവർ പറയുകയാണ്, നിങ്ങൾ ഈ കുട്ടിയുടെ ആരാ? അപ്പോൾ ഉടനെ ശ്രുതി പറയാനുണ്ട്, ഞങ്ങൾ ഈ കുട്ടിയുടെ ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സ് ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് തന്നെ നേരിട്ടങ്ങ് വിളിച്ചുകൂടായിരുന്നോ? എന്തിനാണ് ഇപ്പോൾ ഇവിടെ വന്ന് അന്വേഷിക്കുന്നത്? അല്ല അതല്ല, ഇപ്പോൾ കോണ്ടാക്ട്സ് എല്ലാം പോയി, അതുകൊണ്ടാണ് ഒരു അത്യാവശ്യ കാര്യമുള്ളത് കൊണ്ടാണ്. അല്ല നിങ്ങൾ പറയും പോലെ വന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ക്ലയൻറ്റിൻ്റെയും ഡീറ്റെയിൽസ് എടുത്ത് തരാൻ കഴിയില്ല. പക്ഷേ ഇതൊന്നും കൊടുക്കരുതെന്നാണ് ഇവിടുത്തെ റൂൾ അനുസരിച്ച്. അങ്ങനെയല്ല, ഞങ്ങൾക്ക് അത്യാവശ്യമായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട കുട്ടിയുമാണ്. അപ്പോൾ അതുമാത്രമല്ല ഇങ്ങനെ വിഷമിച്ചിരിക്കട്ടോ. അപ്പോൾ അവരൊരിക്കലും കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ ശ്രുതി അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, 27 ലക്ഷം രൂപ ഞങ്ങൾ പറ്റിച്ചിട്ട് പോയതാണ് അവളാന്ന് പറയാനായിട്ട് വാതുറക്കും കേട്ടോ. പെട്ടെന്ന് ശ്രുതി അതങ്ങ് തടസ്സപ്പെടുത്താണ്, അങ്ങനെ പറയേണ്ടെന്ന്. എന്നിട്ട് ശ്രുതി തന്നെ പറയാ, അതല്ല, ഇതിന് ബന്ധത്തിലുള്ള ഒരു അമ്മൂമ്മ മരിച്ചുപോയി, അത് ആ കുട്ടിയെ അറിയിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, എങ്ങനെയെങ്കിലും ഒന്ന് സഹായിച്ചാലേ പറ്റുള്ളൂ മാഡം എന്ന് പറയാം. അപ്പോൾ അവർ പറയുന്നുണ്ട്, നിങ്ങൾ പറയും പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല, അതും പോരാഞ്ഞിട്ട് ഇതിപ്പോൾ 1 വർഷത്തിന് മുന്നേ ഉള്ള കാര്യമാണ്, ആദ്യത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല, എല്ലാം ഹെഡ് ഓഫീസിലേക്കാണ്. ഇനി നിങ്ങൾക്ക് അതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു മെയിൽ അയക്കും. ആ മെയിൽ അവിടെ പോയി ആ ഒരു വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് കുറേ നൂലാമലങ്ങൾ കഴിഞ്ഞിട്ട് മാത്രമേ ആ ഒരു ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ തരാൻ കഴിയുള്ളൂ. പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമല്ല, നമുക്കിതൊന്നും പുറത്ത് പറയാനുള്ള അധികാരവും ഇവിടെ ഇല്ല. അതാണ് നമ്മുടെ ഇവിടുത്തെ റൂള്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ചെല്ലുക, എനിക്കത് തരാൻ കഴിയില്ല എന്ന് പറയാം. മാഡം പ്ലീസ്, എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് തന്നേ പറ്റൂ, എത്രയും വേഗത ഞങ്ങൾക്ക് അവരെ അറിയിക്കണ്ടേ, ഒരു അത്യാവശ്യ കാര്യമായി പോയതുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് കള്ളക്കരച്ചിലൊക്കെ കാണിച്ചു കൊടുക്കട്ടോ ശ്രുതി. അപ്പം അവർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യും, ഇപ്പോൾ എന്തായാലും തരാൻ കഴിയില്ല, വേണമെങ്കിൽ ഞാൻ ഹെഡ് ഓഫീസിലേക്ക് ഒരു മെയിൽ അയക്കാം, അപ്പോൾ അവിടെ നിന്ന് എന്താ റിപ്ലൈ വരുമെന്ന് നോക്കട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് ചെയ്യാം എന്ന് പറയാം കേട്ടോ. അങ്ങനെ അവർ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. വീട്ടിൽ ചെന്ന പാടെ തന്നെ ശ്രുതിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇനി എന്ത് തന്നെ വന്നാലും ശരി തന്നെ നമ്മൾ അവളെ കണ്ടുപിടിച്ചിരിക്കും, എന്നിട്ട് ആ പൈസ തിരിച്ച് വാങ്ങും ഉറപ്പ് എന്ന് വാക്ക് കൊടുക്കാട്ടോ. അപ്പോൾ ചന്ദ്ര ഓടി വന്ന് ചോദിക്കുന്നുണ്ട്, അതേ ശ്രുതി, നീ എങ്ങോട്ടായി ഇത്രയും ലേറ്റായി പോയിട്ട്? ആൻറ്റി ബ്യൂട്ടി പാർലറിൽ നല്ല തിരക്കായിരുന്നു. നീയോടാ? എനിക്കും തിരക്കായിരുന്നു അമ്മയെന്ന് പറയാട്ടോ. അവൾക്ക് ബ്യൂട്ടി പാർലർ ജോലി ഉണ്ടെന്ന് അത് സമ്മതിക്കാം, നിനക്ക് ജോലിയും കൂലിയും ഇല്ലാതെ നിനക്ക് എന്താടാ തിരക്ക് എന്നിങ്ങനെ ചോദിച്ച് കളിയാക്കണുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം ചെയ്യ് ശ്രുതി, പെട്ടെന്ന് തന്നെ നീ കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ, നമുക്കൊന്ന് അമ്പലം വരെ പോകണം. അമ്പലത്തിലോ? എന്തിനാ ആൻറ്റി ഇപ്പം അത്ര അത്യാവശ്യം? പോകണം, വേറെ ഒന്നിലും അല്ല, നിൻ്റെ അച്ഛനെ ഇപ്പോൾ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായില്ലേ, മലേഷ്യയിൽ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് ഇറക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലേ? അപ്പോൾ അതിന് ഏതച്ഛനെന്ന് ചോദിക്കുന്നത്, ഏതച്ഛനോ? നിൻ്റെ അച്ഛൻ മലേഷ്യ ജയിലിലെന്നല്ലേ പറഞ്ഞത്? അതാണോ? അതെ. അപ്പോൾ നമുക്കിവിടെ അമ്പലത്തിൽ പോയി ഒരു പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് കഠിന വ്രതമൊക്കെ നോക്കണം, അപ്പോൾ എന്തായാലും അതിന് ഫലം കിട്ടുമെന്ന് പറയാം. വേണ്ട ആൻറ്റി, അതിൻ്റെ ആവശ്യമുണ്ടോ? വേണം. പിന്നെ കുറച്ച് നാളത്തേക്ക് നീ 48 ദിവസമെങ്കിലും ഇറച്ചി, മീൻ, മുട്ട ഇതൊന്നും കഴിക്കാൻ പാടില്ല. പിന്നെ ദിവസവും കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴണം. പോരാഞ്ഞിട്ട് തറയിൽ വേണം കിടക്കാൻ, പരമ്പ് വിരിച്ച് ബെഡിലോ ഒന്നും കിടക്കാൻ പാടില്ല. പിന്നെ ദിവസം ഒരു നേരം മാത്രമേ ഫുഡ് കഴിക്കാവുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ചില വ്രതമൊക്കെ ഉണ്ട്, അതെല്ലാം നോക്കി വേണം മുന്നോട്ട് പോകാനായിട്ട്. ഉറപ്പായിട്ട് കാര്യം സാധിക്കുമെന്ന് പറയാം. അപ്പോൾ തന്നെ ശ്രുതി ആകെ പെട്ടുപോയി, ആഹാരം ഒന്നും കഴിക്കാതെ 48 ദിവസവും. ഇതിനിടയ്ക്കിടെ ശ്രുതി പറയാ, അയ്യോ 48 ദിവസം അപ്പം ഞാൻ ഒറ്റയ്ക്ക് കിടക്കണോ അമ്മേ എന്ന് ചോദിക്കുക കേട്ടോ. എന്താടാ നിനക്ക് ഒറ്റയ്ക്ക് കിടന്നാൽ നീ എന്താ വേറെ വല്ലയിടത്താണോ അവൾ പോണത്? കട്ടിൽ നിനക്ക് എന്താ ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിനെ വഴക്ക് പറയാം കേട്ടോ. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ രവീന്ദ്രൻ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ രവീന്ദ്രനോട് ചന്ദ്ര പറയുന്നുണ്ട്, അതെ എത്രയും വേഗം ഡ്രസ്സ് മാറി വാ, നമുക്കൊന്ന് അമ്പലത്തിൽ പോകണം. പിന്നെ വർഷയും ശ്രീകാന്തിനെയും ഒക്കെ വിളിക്കാൻ കേട്ടോ, പിന്നെ ബാക്കിയുള്ള എല്ലാവരെയും വിളിക്കാനായിട്ട് രവീന്ദ്രനോട് പറയാം. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മനസ്സിലായി, രേവതിയെ കൂടെ ഞാൻ വിളിക്കണോ അല്ലേ, നിനക്കെന്താ വാതുറന്ന് വിളിച്ചാലേ എന്താ നാണക്കേടായി പോവോ എന്നിങ്ങനെ ചന്ദ്ര എടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിളിക്കണില്ല, നിങ്ങൾ തന്നെ വിളിച്ചാൽ മതിയെന്ന്. അങ്ങനെ രേവതിയെയും എല്ലാവരെയും വിളിക്കുക. വരുമ്പോൾ തന്നെ എല്ലാവരോടായിട്ട് കാര്യം പറയാനുണ്ട്. അതെ, എല്ലാവരും പെട്ടെന്ന് കുളിച്ച് റെഡിയാവും, നമുക്ക് അമ്പലത്തിൽ പോയി തൊഴണം, കുടുംബത്തോടെ എല്ലാവരും ഒരുമിച്ച് വേണം പോകാനായിട്ട്. എന്തിനാന്ന് വെച്ചാലും നമ്മുടെ ശ്രുതിയുടെ അച്ഛന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്, ഒരു വ്രതം എടുക്കണം ശ്രുതിയെ കൊണ്ട്, 48 ദിവസത്തെ വ്രതമാണ് എന്നൊക്കെ ഇങ്ങനെ ആ വ്രതത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുക. ഇത് കേട്ട് രേവതി പെട്ടെന്ന്, അയ്യോ ശ്രുതിയും നിന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റുമോ? ഇതൊരു കഠിന വ്രതമാണ്, അറിയുമല്ലോ, ആഹാരം പോലും നേരെ കഴിക്കാൻ കഴിയില്ല, ആ ദിവസം ഒരു നേരം മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ, പിന്നെ തറയിൽ വേണം കിടന്നുറങ്ങാനായിട്ട്. പോരാഞ്ഞിട്ട്
ആ ദിവസവും കുളിച്ച് അമ്പലത്തിലൊക്കെ പോവുകയൊക്കെ വേണം, അറിയോ? കുറച്ച് കഠിനമായ വ്രതമാണ്, പക്ഷേ ഇത് മുടങ്ങാൻ പാടില്ല, മുടങ്ങാതെ എടുക്കണം. എനിക്ക് പരിചയമുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി ഇതുപോലെ എടുത്ത് പാതി വെച്ച് മുടങ്ങുകയും ചെയ്തു. ചേച്ചി വന്നിട്ട് മീന് ഒക്കെ കഴിക്കുകയും ചെയ്തായിരുന്നു. അതോടുകൂടി ഒരു ദിവസം മറിഞ്ഞ് വീണ് കൈ ഒടിഞ്ഞു. അങ്ങനൊരു സംഭവമുണ്ട്. അതുകൊണ്ട് നമ്മളിത് മുടക്കി കഴിഞ്ഞാൽ ദൈവം അതിൻ്റെ ശിക്ഷ തരും, അത് നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നല്ലപോലെ ആലോചിച്ചിട്ട് വേണം ശ്രുതി നീ ഇതിലൊക്കെ ഇറങ്ങാണെന്ന് പറയാം കേട്ടോ. എന്നിട്ടും അല്ലെങ്കിൽ തന്നെ അമ്മേ, ശ്രുതിയാണെങ്കിൽ മലേഷ്യയിലൊക്കെ വളർന്ന ഒരാളല്ലേ, അവളെ കൊണ്ട് ഇത് പറ്റുമോ എന്നൊക്കെ ചോദിക്കുക. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ശ്രുതി ആകെപ്പാടെ പേടിച്ചു പോയി കേട്ടോ. അപ്പോൾ ശ്രുതി പറഞ്ഞിട്ടുണ്ട്, അയ്യോ വേണ്ട ആൻറ്റി, എനിക്ക് കാരണം നിങ്ങളെല്ലാവരും കൂടെ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടണമെന്ന് ചോദിക്കുമ്പോൾ, അത് ഞങ്ങളെന്തിനാണ് ബുദ്ധിമുട്ടണത്, നീയല്ലേ ബുദ്ധിമുട്ടുന്നത്, നീയാണ് ബുദ്ധിമുട്ടി എല്ലാം ചെയ്യേണ്ടതെന്ന് പറയാം. അപ്പം എന്നിട്ട് രേവതിക്ക് കുറേ വഴക്കം കൊണ്ട് ചന്ദ്ര വെച്ചു കൊടുക്കണം കേട്ടോ. നീ കൂടുതലൊന്നും പറയണ്ട, എനിക്കറിയാം കാര്യങ്ങളൊക്കെ, ഞങ്ങൾ ചെയ്തോളാം. അവളുടെ ഒരു ഉപദേശം കൊണ്ട് വന്നിക്കണു, എല്ലാം അറിഞ്ഞും പഠിച്ചും വച്ചിക്കും പോലെ അവളുടെ ഒരു രീതി. അല്ല അമ്മേ, എനിക്കറിയാമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയണം. മതി, ഒരു കാര്യം ചെയ്യ്, നീ നിൻ്റെ സച്ചിയോട് വിളിച്ച് പറ, നേരെ അമ്പലത്തിലേക്ക് വരാൻ. കുടുംബത്തിലെ എല്ലാവരും പോകണമെന്നാണ് പറയണത്, ഇനി ഒരാൾ മാത്രം മാറി നിൽക്കണ്ട. സച്ചേട്ടനെ വിളിച്ചാൽ വരുമോയെന്ന് അറിയില്ല, സച്ചേട്ടന് ഓട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും വരുമെന്ന് തോന്നണില്ല. പിന്നെ ഇതിനാണെന്നും കൂടെ അറിഞ്ഞാൽ ഉടനെ ചോദിക്കും, ഇവിടെ പൂജ നടത്തിയാൽ മലേഷ്യ ജയിലിൽ കിടക്കുന്ന ആൾ പുറത്തിറങ്ങുമോ, അതെങ്ങനെ ഇറങ്ങും എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിക്കോ? എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല. നീ പറഞ്ഞാൽ അവൻ എന്താ വരത്തില്ലേ? ആ അമ്പലത്തിലെ കുടുംബത്തിലെ എല്ലാവരും കൂടെ പോയി ആ പൂജ ചെയ്താൽ മാത്രമേ ഫലം കിട്ടുള്ളൂ എന്നാണ് പോറ്റി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരാൻ പറ അവനോട്, നമുക്കെല്ലാവർക്കും പെട്ടെന്ന് തന്നെ പോവാം. ചെല്ല്. അപ്പോൾ വർഷ പറയാം, ആൻറ്റി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ പൂജ ചെയ്താലേ അവിടെ മലേഷ്യ ഇരിക്കുന്ന ദൈവം എങ്ങനെ കേൾക്കാനാണെന്ന് ചോദിക്കുക കേട്ടോ. അതെ, അതൊക്കെ കേൾക്കും. പെട്ടെന്ന് അവിടെ നിങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ മാറിയിട്ട് വാന്ന് പറയാട്ടോ. അങ്ങനെ എല്ലാവരും കുളിക്കാനൊക്കെ പോവാണ്. അപ്പോൾ രവീന്ദ്രനോടും പറയുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയാം, എടി എനിക്കാണെങ്കിൽ 2 മിനിറ്റിന് നേരമല്ലോ ഡ്രസ്സ് മാറാൻ, നിങ്ങൾക്കൊക്കെ ഇത്ര താമസം, നിങ്ങളെല്ലാവരും പോയി ആദ്യം ഇറങ്ങിയിട്ട് വാന്ന്. അങ്ങനെ എല്ലാവരെയും കൂട്ടി ചന്ദ്ര ആ ഒരു അമ്പലത്തിലേക്ക് ചെല്ലാട്ടോ. അവിടെ ചെന്ന് പോറ്റീനെ കണ്ട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയുകയൊക്കെ ചെയ്തിട്ട്, അപ്പോൾ കൂടെ കയ്യിൽ ഒരു സാരി കൂടെ കരുതിയിട്ടുണ്ട്. അമ്പലത്തിനകത്ത് തലയിൽ കൂടെ വെള്ളമെല്ലാം കുടത്തിൽ വെള്ളം കൊണ്ട് ഒഴിച്ച് പൂജ അങ്ങനെ ശരീരം നനച്ചിട്ടൊക്കെ വേണം ആ ഒരു വ്രതം തുടങ്ങാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാരിയും ഒക്കെ ചന്ദ്ര കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ ശ്രുതിയെ ഉടുപ്പിക്കുകയാണ്. ശ്രുതി അത് ഉടുത്തിട്ട് വരുമ്പോൾ തന്നെ വർഷ കുറച്ച് കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ശ്രീകാന്ത് പറഞ്ഞിട്ട്, വർഷേ ദൈവകാര്യമാണ്, നീ ഇങ്ങനെയൊന്നും കളിയാക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതിയെ നേരെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഭഗവതിയുടെ മുമ്പിൽ നിർത്തി തൊഴാൻ പറയാട്ടോ. അങ്ങനെ തൊഴുത് നിൽക്കുമ്പോൾ രേവതിയോട് പറയാം, എടി ആ കുടത്തിലെ വെള്ളം കുരിയോളെ തലയിൽ ഒഴിക്കാൻ. അതൊഴിക്കാൻ പോകുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അയ്യോ അമ്മേ, ആൻറ്റി എന്നെ തലയിൽ വെള്ളം ഒഴിക്കില്ലേ, ഞാൻ കുളിച്ചിട്ട് അമ്പലത്തിൽ വന്നത്. അതൊക്കെ ശരി തന്നെ, പക്ഷേ അതുപോലെയല്ല ഇത് ഇവിടുത്തെ വെള്ളം ഒഴിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധി പിടിച്ച് നിർത്തുവാട്ടോ. അങ്ങനെ രേവതി തലയിൽ വെള്ളമെല്ലാം ഒഴിച്ചു കൊടുക്കുന്നു, കഴുത്തിലൊരു ഹാരവും ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അവിടുത്തെ പൂജയിലും കാര്യങ്ങളിലൊക്കെ ശ്രുതിയെ കൊണ്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. ഈ സമയത്ത് നമ്മുടെ സച്ചിക്ക് ഒരു ഓട്ടം കിട്ടുവാണ്. നമ്മുടെ നീലിമ ശരിക്കും പറഞ്ഞാൽ സിംഗപ്പൂരിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ, ചെന്നൈയിലേക്ക്. കാരണം ഏതോ വസ്തുവുമായി ഇടപെട്ട് അവിടെ ഒരു രജിസ്ട്രേഷൻ്റെ കാര്യത്തിലാണ് പുള്ളിക്കാരി വരുന്നതും ഇവിടെ വന്ന് ടാക്സി വിളിക്കുന്നത് നമ്മുടെ സച്ചിയുടെ വണ്ടിയും കൂടെയാണ് കേട്ടോ. അങ്ങനെ സച്ചിയുടെ വണ്ടി കയറി ഇരിക്കുന്ന സമയം മുതൽ സച്ചി വാദോരാതെ സംസാരമാണ്. കാരണം കാനഡയിൽ നിന്നുമാണല്ലോ പുള്ളിക്കാരി വരുന്നത്. അപ്പോൾ കുറേ വിശേഷങ്ങൾ ചോദിക്കാം. ശ്രുതിയും കാനഡയിൽ പോകണമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമല്ലേ, അപ്പോൾ കാര്യങ്ങൾ അറിഞ്ഞാൽ നല്ല എളുപ്പമാവില്ല ശ്രുതിക്ക് പറയാമല്ലോ എന്നൊക്കെ പറഞ്ഞാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞിട്ട്, കാനഡയിലൊക്കെ ഇപ്പോൾ നല്ല തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ്. അത് ശരി, അവിടെയൊക്കെ പോകാൻ നല്ല കാശാവോ മാഡം എന്ന് ചോദിക്കാം. കുറച്ച് പൈസയൊക്കെ ആവും, പിന്നെ നല്ല ജോലിയൊക്കെ കിട്ടിയാൽ നല്ലതാണ്. അല്ല, എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു സഹോദരനുണ്ട്, അവനവിടെ പോകണമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക. അവനേതാണ്ട് ജോലിയും കാര്യമൊക്കെ ആയതാ, പക്ഷേ പൈസ കൊടുക്കണമെന്നാണ് പറയണേ. ഏകദേശം 14 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറയണോ. ശരിയാണോ മാഡം എന്ന് ചോദിക്കട്ടോ. അപ്പം നീലിമ പറയാം, 14 ലക്ഷമോ, ഞാനൊക്കെ പോയ സമയത്ത് ഏകദേശം 10 ലക്ഷമേ ആയിരുന്നുള്ളൂ, ഇപ്പോൾ ചാർജ് കൂട്ടിയോ? അത് ശരി. അപ്പോൾ അത് ആരാ എന്താ എന്നൊക്കെ ഇങ്ങനെ സച്ചിയോട് ചോദിക്കട്ടോ. അതെൻ്റെ സഹോദരനാണ്, പഠിച്ചിട്ടുണ്ട്, അവന് പോകണമെന്ന് താല്പര്യത്തിൽ നിൽക്കുകയാണ്. അവിടെ ഇത്രയും തണുപ്പും കാര്യമൊക്കെ ആണെങ്കിൽ അവൻ അവിടെ പിടിച്ച് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യട്ടോ ഭയങ്കരമായിട്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മാഡം ഇവിടെ എത്ര ദിവസം കാണും? ഞാൻ 2 ദിവസം കാണും. എന്തിനാണ് ഇവിടെ വന്നേ? എനിക്ക് ഒരു കുറച്ച് വസ്തുവും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചതിൻ്റെ ഒരു രജിസ്ട്രേഷൻ നടത്താനുണ്ട്, അതിന് രജിസ്റ്റർ ഓഫീസിൽ പോകണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ സച്ചി
സുധിയെ പറ്റിച്ചിട്ട് കാനഡയിലേക്ക് പോയി ആ കാര്യം പറയാനായിട്ട് വാ തുറക്കും കേട്ടോ. അപ്പോൾ പറയാൻ പോണതും പെട്ടെന്നൊരു കോള് വരികയാണ്. നോക്കുമ്പോൾ രേവതി. അങ്ങനെ രേവതി പറയാം, സച്ചിയേട്ടാ എത്രയും വേഗം ഒന്ന് അമ്പലം വരെ വരണമെന്ന് പറയാം കേട്ടോ. അപ്പോൾ സച്ചി പറയാണ്, എനിക്കിവിടെ സവാരിയുണ്ട്, നീ പറയുമ്പോൾ ഓടി വരാനൊന്നും പറ്റത്തില്ല എന്ന്. ഇല്ല, അത്യാവശ്യമുണ്ട്, ഇവിടെ അമ്മയൊക്കെ കാത്തിരിക്കുക. ഇവിടെ നമ്മുടെ ശ്രുതിക്ക് വേണ്ടിയിട്ടാണ്. ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിലെ ജയിലിലല്ലേ, അത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയ്ക്കാണ്. പറഞ്ഞു തീർന്നുണ്ടായി. സച്ചി ചോദിക്കുന്നുണ്ട്, ഇവിടെ പ്രാർത്ഥിച്ചാൽ അയാൾ എങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നേടിയും ചോദിക്കുക കേട്ടോ. ഇതാ പ്രശ്നം. ഇതൊന്നും സച്ചിയേട്ടൻ പറയുമെന്ന് തന്നെ എനിക്കറിയാം. പക്ഷേ നമ്മളെല്ലാവരും കുടുംബത്തിലെ ഒരാൾ പോലും വിട്ടുപോകാതെ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ സച്ചിയേട്ടൻ മാത്രം മാറിയെന്ന് പറ്റത്തില്ല. ഇവിടെ അച്ഛനൊക്കെ വന്നിട്ടുണ്ട്, അമ്മയും ഒക്കെ ഉണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. ഒന്ന് വന്ന് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോയാൽ മാത്രം മതി എന്ന് പറയാം കേട്ടോ. ശരി, ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് ഫോൺ വയ്ക്കുക. എന്നിട്ട് നീലിമയോട് പറയാനുണ്ട്, മാഡം ഈ പോകുന്ന വഴിയിൽ എനിക്കൊരു അമ്പലത്തിൽ ഒരു 10 മിനിറ്റ് കയറാനൊരു അവസരം തരാമോ? സാധാരണ എൻ്റെ കസ്റ്റമറെ ഒന്നും ഞാൻ ബുദ്ധിമുട്ടിക്കാറില്ല, ഇന്ന് എനിക്കൊരു അത്യാവശ്യമായിപ്പോയിന്ന്. അപ്പം നീലിമ പറയാം, അതിനെന്താ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പോകുന്ന വഴിയിലുള്ള അമ്പലമല്ലേ, 10 മിനിറ്റല്ലേ ഉള്ളൂ, ഞാൻ കാറിൽ തന്നെ വെയിറ്റ് ചെയ്തോളാം, നിങ്ങൾ കയറിയിട്ട് വന്നോ. അതുമാത്രമല്ല 2 ദിവസം ഞാനിവിടെ കാണും, ഈ 2 ദിവസം നിങ്ങളുടെ വണ്ടി തന്നെ എനിക്ക് ഓട്ടം വന്നാൽ മതി കേട്ടോ. നിങ്ങളുടെ വണ്ടി ഒരു പ്രത്യേക അതിൽ ഓടുമ്പോൾ തന്നെ ഒരു വല്ലാത്ത വൈബാണ്, ഒരു പ്രൊട്ടക്ഷനും ഒക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ താമസിക്കുന്ന സ്ഥലവും ഫ്ലാറ്റും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീലിമ. അങ്ങനെ സച്ചി പറയുന്നുണ്ട്, ശരി എന്നാൽ മാഡം നമുക്കൊന്ന് അമ്പലത്തിൽ കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞ് നീലിമയും കൊണ്ട് ആ അമ്പലത്തിലേക്ക് നേരെ ചെന്നിറങ്ങുക കേട്ടോ സച്ചി. അങ്ങനെ അവിടെ നമ്മളെ ശ്രുതിയൊക്കെ ഉണ്ടല്ലോ. അതാണ് ഇന്നത്തെ എപ്പിസോഡ്. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്